ിന്നോ പറയുന്നത് എന്നൊരു ശങ്കയുണ്ടാകിയതെന്നോ ചൊല്ലിയിടുവാൻ ജീവിപ്പവർക്കഭയ അഭയത്തെ കൊടുപ്പാരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ अनुराग पांडे शुक्रिया കേവലം മൈത്രിയെ കണ്ടുവന്നു കാരണം വാനരസഞ്ജയം 47 49 26 അല്ലേ. പിന്നെ ഇത് അദ്ദേഹത്തിന്റെ പേരെന്താ? രതീഷ്. നിങ്ങളെ പേരെന്താ? ആദ്യം തന്ന മനോജേട്ടൻ്റെ നമ്പറാണ്, രണ്ടാമത് തന്നത് രതീഷ് ചേട്ടൻ നമ്പറാണ്. അപ്പോൾ നിങ്ങളത് പിന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ കൃത്യമായി വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നിങ്ങൾ കാണേണ്ട ക്ഷേത്രം ഞാൻ പറഞ്ഞില്ല, അത്ര പുരാതന കാലത്തേ ഉള്ള ക്ഷേത്രമാണ്. അതിനേക്കാളും കാണേണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തൊട്ടപ്പുറം നമ്മൾ വീഡിയോ വരുന്നുണ്ട്, ആ പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്, ശിവക്ഷേത്രമാണ്. അതാണ് നിങ്ങൾ കാണേണ്ടത്. ഈ ക്ഷേത്രത്തിന് ഇപ്പം എന്താ ആവശ്യമുള്ള പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പണി നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മഹാദേവന്റെ അല്ലേ? മഹാദേവന്റെ. അപ്പോൾ അത് ഭഗവാന്റെ പേരൊന്നും കൊണ്ടുവിടാം, നിങ്ങൾ പ്രാർത്ഥന പേരൊന്നും കിട്ടി? മഹാശിവക്ഷേത്രം, മഹാശിവക്ഷേത്രം അല്ലേ? അപ്പോൾ അത് സർക്കാരിന് ചെറിയൊരു ഫണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ തറയിലും കെട്ടിയെല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചുമര് പോകുന്ന 1 കോടി രൂപയോളം വേണം ഇതിന്റെ കംപ്ലീറ്റ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. ബഡ്ജറ്റ് അങ്ങനെയാണ്. അതെ, അങ്ങനെയാണ്. അപ്പം ഇതിപ്പോ എത്രയും തുടങ്ങിയിട്ട് നിങ്ങൾ പണി? ഇതിപ്പം ഇതിന്റെ തറയിലെ പണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മാസമായി കാണും. അത്രയായോ അല്ലേ? അപ്പം അപ്പൊക്കെ നിങ്ങൾ ഇത്ര എത്തിച്ചു. അപ്പൊക്കെ ഇനി ബാക്കി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന ₹1 ക്ഷേത്ര ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ ഗൂഗിൾ പേ എങ്ങനെ ചെയ്യേണ്ടെന്നോ അങ്ങനെ അത് പറഞ്ഞു തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കൊടുത്താൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ക്ഷേത്രം കൂടി നിങ്ങൾക്ക് കാണാം. ഇതൊരു കാട് പ്രദേശം പോലത്തെ സ്ഥലത്താണ് കേട്ടോ ഇതിലുള്ള. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഇവരെ കൊണ്ട് പറ്റുന്ന ലെവലിൽ ഇവർ എത്രയും പേര് എത്തിച്ചിട്ടുണ്ട്. ബാക്കി അങ്ങോട്ടേക്കും അതുപോലെ തന്നെ ആക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ഇവരാരും ക്ഷണിച്ചിട്ട് വന്നതല്ല, നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ ക്ഷണിച്ചിട്ട് വന്നതാണ് അല്ലേ? അപ്പം അത് ഇപ്പം നമ്മളവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ഈ കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് അവർക്കത് അറിയാം. നമ്മൾ പറഞ്ഞത് നിങ്ങൾ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ലല്ലോ അല്ലേ? ഞാൻ പറഞ്ഞാലും മുഴുവൻ ക്ലിയർ തന്നെയല്ലേ? കാരണം ആ മഹാദേവൻ അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാദേവനാണ്. കാരണം നമുക്ക് കാലം നിർണ്ണയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഒരു ബ്രാഹ്മണശാപം ഭൂമി ആയിപ്പോയത് കൊണ്ടാണ്. ഇപ്പം അതിൻ്റെ എല്ലാ ദോഷങ്ങളും നിങ്ങൾ നീക്കം ചെയ്ത് ഇനിയിപ്പം അതിൻ്റെ പണി അതുകൊണ്ടാണ് നടന്നത്. പക്ഷേ എങ്കിലും ഭഗവാൻ ഇത് സ്വർണ്ണപ്രശ്നം വെച്ചപ്പം പറഞ്ഞ കാര്യങ്ങളിൽ ഇനിയും പലതും ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ശരിയാവും. പിന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ചെയ്യുക. അത് ചെയ്താൽ തന്നെ ധനം വന്നു ചേരും എന്നാണ്. മനസ്സിലായോ? പിന്നെ സ്വയംഭൂവാണ്. അതെ, സ്വയംഭൂവാണ്. കൊട്ടിയൂർ സ്വയംഭൂ അല്ല, ഇത് നമ്മൾ നിർമ്മിതമായിട്ടുള്ള സ്വയംഭൂ എന്ന് വെച്ചാൽ തനി തന്നെ നമ്മൾ ഉണ്ടായ ഭൂമിയിൽ ഉണ്ടായി എന്ന് പറയാം. ഇതല്ല, ഇത് നമ്മൾ നിർമ്മിതമായിട്ടുണ്ടാക്കിയതാണ്. അത് വേറെ ഉണ്ടാവുമായിരിക്കും, ലിംഗമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളത് ശില്പി ചെയ്ത പണിയാതിട്ട് നമുക്ക് കാണുന്നില്ലേ, മനസ്സിലാകുന്നില്ലേ? അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പം നമ്മളെ ഭഗവാൻ എങ്ങനെയെങ്കിലും അത് പൂർത്തീകരിച്ച് മഴയും വെയിലും കൊള്ളാതെ ഭഗവാൻ അതിൻ്റെ ഉള്ളിരുത്താൻ നമുക്ക് സാധിക്കണം. അത്രയും നമുക്കുള്ളൂ. അതുപോലെ തന്നെ അമ്മേൻ്റെ കുറേ കൗക്കോലും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അതും ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു അവസരമാണ് ലൈഫിൽ. അത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല എത്രയോ പൈസ കൊണ്ട് കിടന്നുണ്ട്. അതിൽ നിങ്ങളൊരു ₹100 ₹100
ഭഗവതിക്ക് അല്ലെങ്കിൽ ഭഗവാന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി സംഭാവന ചെയ്യാം. നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നമ്മൾ പറയും 1000 ആൾക്ക് അന്നം കൊടുക്കുന്ന വൈശ്യ ഉണ്ടെങ്കിൽ 1000 ആൾക്ക് അന്നം കൊടുക്കുന്ന വൈശ്യ ഉണ്ടെങ്കിൽ പാവം ചെയ്യാത്തവന് കൊടുക്കണം എന്നാണ് പറയാം. എന്നാലേ പുണ്യം കിട്ടും അല്ലേ? കാരണം ഇഷ്ടംപോലെ പാവങ്ങളും ചെയ്തിട്ട് ഓനെ നിങ്ങൾ പുണ്യം കിട്ടാൻ വേണ്ടി പോയി ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എത്രയോ നിങ്ങളുടെ തലമുറയും വരും തലമുറക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്ന്. നമ്മൾ എത്രയോ പൈസ നമ്മൾ കൊണ്ട് ഡ്രസ്സും കാര്യങ്ങളും അതിതെല്ലാം വാങ്ങി നമ്മൾ കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയൊരു പൈസ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിച്ച് പറയാം. കാരണം എവിടെയോ കിടക്കുന്ന ഞാൻ ഇവിടെ വന്ന് ഈ ക്ഷേത്രം കണ്ടുപിടിക്കുക, ഇവിടെ വന്നിട്ട് ഞാൻ ചിത്രീകരിക്കുക. ഭഗവതിയാണ് സത്യം, ത്രിസന്ധ്യക്ക് പറയുന്ന വാക്കാന്ന് എന്നെ ആരും ഇത് ഏൽപ്പിച്ചതോ പറഞ്ഞതൊന്നുമല്ല. ഞാൻ സ്വയം ഇവിടെ വന്ന് ചേർന്നതാണ്. അപ്പം അത് ഭഗവാൻ തന്നെ നമ്മളിവിടെ എത്തിച്ചെന്ന് മാത്രമേ നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അപ്പം ഭഗവാന്റെ കാര്യങ്ങൾ എന്നെ ആദ്യം തന്നെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി ഭഗവാന്റെ തകർന്നു പോയ ശിവക്ഷേത്രത്തിലേക്കാണ് എന്നെ സ്വയം കൂട്ടിക്കൊണ്ടുപോയി. അതിന് ശേഷമാണ് കമ്മിറ്റിക്കാരും ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതുപോലെ ചെയ്യുക. ബാക്കി അവിടെ മുകളിൽ വനശാസ്താവുള്ളത്, പിന്നെ മഹാദേവനുണ്ട്, പിന്നെ നമ്മൾ കാണാതെ പോയ മൺമറിഞ്ഞു പോയ ഒരു അദൃശ്യ ശക്തിയും അതിൻ്റെ മുകളിലുണ്ട്. കാളിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. അതും കൂടി കണ്ടുപിടിക്കണം. പക്ഷേ അതെല്ലാം നമുക്ക് പിന്നീട് ഭാവി കാലത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ആ ഭഗവാന്റെ ക്ഷേത്ര പണിയൊന്ന് പൂർത്തിക്കാൻ വേഗം കഴിയണം അല്ലേ? അപ്പോൾ ഈ നമ്പറിൽ എങ്ങനെ അത് എങ്ങനെ ഏത് നമ്പറിലാണ് കൊടുക്കുക? ഈ നമ്പറിൽ വിളിച്ചാൽ മതിയാ? ഞാൻ രണ്ടാമത് നമ്പർ അതിൽ വിളിച്ചാൽ നമുക്ക് ജീവനക്കാരനാണ്. അപ്പോൾ അവരോട് അതിനുള്ള വഴി പറഞ്ഞു തരും അല്ലേ? പൈസ എങ്ങനെ ഇടണ്ടേ എന്നുള്ളത് അല്ലേ? അയച്ചു തരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ QR കോഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാമല്ലോ. QR കോഡ് ഇവിടെ മാത്രമേ പറ്റൂ, ഇന്ത്യയിലെ പറ്റും. ഇന്ത്യക്ക് വെളിയിൽ നിന്ന് വരുന്ന പൈസക്ക് നമ്മൾ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. അത് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ചെയ്യുക അല്ലേ? ഏത് വഴിയാണെന്നുള്ളത് വെച്ചാൽ നമ്മൾ ഇനി എന്തെങ്കിലും വഴിയിൽ നമ്മളെ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ക്ഷേത്രത്തിൻ്റെയും ഭഗവതിൻ്റെ കൗക്കോലിൻ്റെയും ആണ് ഇപ്പോൾ അത്യാവശ്യമുള്ളത്. പിന്നെ കുളത്തിൻ്റെയും അല്ലേ? കുളത്തിൻ്റെ ചെറിയ നമ്മൾ അത്രയും വലിയ കുളമാണ്. കെട്ടിപ്പൊന്തി കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടതെന്ന് ഒരു ദേശത്തെ ജലത്തിനെ സംരക്ഷിക്കാനുള്ളൊരു ജലസംഭരണിയായി മാറും അല്ലേ? അങ്ങനെ പറയാം. അതുമാത്രമല്ല, രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു കല്ലെങ്കിൽ ഒരു കല്ല് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത്രയും സന്തോഷം. അപ്പം നിങ്ങളുടെ പേര് പറയുകയും കൂടി? എൻ്റെ പേര് മനോജ്. മനോജ്. എന്നാൽ നല്ല നമസ്കാരം. പിന്നെ ഇവിടുന്ന് നമ്മൾ ശ്രീകണ്ഠാപുരം വഴി വരുന്നെങ്കിലോ? ശ്രീകണ്ഠാപുരം വന്നെങ്കിൽ മയിലേക്ക് വരുന്ന റോഡിലേക്ക് വരുന്ന റോഡിലേക്ക് വന്നാൽ മതി അല്ലേ? അമ്പലത്തിലേക്ക് എത്തും. ക്ഷേത്രത്തിൻ്റെ QR കോഡാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന പിന്നെ പൂജ വഴിപാടിൻ്റെ ആയിക്കോട്ടെ, ഇനി ക്ഷേത്രത്തിന് എന്തെങ്കിലും സഹായമാണെങ്കിൽ അങ്ങനെയും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഇതിനിപ്പോൾ വരുന്നത് നമ്മളിൽ ഉൾപ്പെടുത്തി മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് അല്ലേ? പിന്നെ ഇവിടെ അന്നദാനം കൊടുക്കാം നിങ്ങൾ? എത്ര ആവശ്യം? 2 ദിവസം അന്നദാനം ഉണ്ട് അല്ലേ? പിന്നെ തടുമ്പ് നിർത്തുന്നുണ്ട്. അത് ഇതിൻ്റെ തന്ത്രി ആരാ വരുന്നത്? തന്ത്രി പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് നമ്മളെ ഇവിടെയുള്ള മുല്ലപ്പള്ളിയുള്ള അല്ലേ? ഇപ്പോൾ അതെ, കാട്ടുമാടം ഊരാളൻ. അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു, പ്രസാദിൻ്റെ അച്ഛനായിരുന്നു ആദ്യം മുമ്പോട്ടൊക്കെ ചെയ്തിരുന്നത്. അദ്ദേഹം പോയി തോന്നുന്നു അല്ലേ? മുല്ലപ്പള്ളി നമ്മളൊരു വീഡിയോയിൽ നമ്മൾ ശിവക്ഷേത്രം ചെയ്തിട്ടുണ്ട്, എടക്കാട്. അല്ല, ശിവക്ഷേത്രത്തിൽ ആ കുന്നിൻ്റെ മുകളിലുള്ള അത് നോക്കുക. അത് അദ്ദേഹം തന്നെയാണെന്ന് പ്രസാദ് എന്നങ്ങനെ പേര് പറഞ്ഞത്. 2 ദിവസത്തെ ഉത്സവം. പിന്നെ ഇവിടെ കലവറ മറിക്കലുണ്ടോ? പിന്നെ കാഴ്ചവരവുണ്ടോ? ഇല്ല, കലവറ മറിക്കൽ അല്ലേ? എന്നാൽ നല്ല നമസ്കാരം. വേറെ കലാപരിപാടികളും മറ്റുള്ള ഇതെല്ലാം ഇത് എത്ര പേരുണ്ട് ഇതിൽ? ട്രസ്റ്റ് ബോർഡിൽ 5 പേരാണ്. 5 പേര് അല്ലേ? ബാക്കിയെല്ലാം താൽക്കാലിക കമ്മിറ്റിക്കാരാണ്. അതെ, ക്ഷേത്ര സംരക്ഷണ സമിതി പിന്നെ മാതൃസമിതിയും അല്ലേ? അപ്പോൾ നല്ല നമസ്കാരം. ഇനിയും അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ QR കോഡിൽ അല്ലേ ആരും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാസം കൊടുക്കലുണ്ടെങ്കിൽ ഏത് മാസം? രോഹിണിയില്ല, രോഹിണി നക്ഷത്രം. ആരെങ്കിലും എല്ലാ മാസവും രോഹിണി നക്ഷത്രത്തിൽ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുവേ. അപ്പം ഇവിടുത്തെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മലപ്പട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. ഇത് പിന്നെ തളിപ്പറമ്പ് താലൂക്കിലാണ് ഈ ക്ഷേത്രം വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല നമസ്കാരം. ശിവോഹം. എന്താ പേര്? സേതു. പിന്നെ ക്ഷേത്രത്തിൽ വാദ്യമാണ് അല്ലേ? പിന്നെ എത്ര മണിക്കാണ് ഇവിടെ നട തുറക്കാറ്? 6 മണിക്ക്. രാവിലെയാ? 6 മണി 5 വിശേഷപ്പെട്ട ദിവസം 5 പിന്നെ 6 മണിക്കോ. പിന്നെ എത്ര മണിക്ക് അടക്കുക അന്നേരം? 9:30.
അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിറമാല പുഷ്പാഞ്ജലി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ 10 മണി 10 10:30 ഉണ്ടാവും അല്ലേ? പിന്നെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വണ്ടി ഒരു ബസ്സിലെല്ലാം വരുന്നുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ കുറച്ച് നേരം കൂടി നിൽക്കും അല്ലേ? പിന്നെ അതുപോലെ നമ്മളെല്ലാ ക്ഷേത്രത്തോടും ചോദിക്കുന്നത് അത് എന്ന് വെച്ചാൽ ചിലവർക്ക് പറ്റൂല, ചിലവർക്ക് പറ്റും. പിന്നെ അതുപോലെ ഉച്ചപൂജ ഉണ്ടോ? രണ്ടും കൂടെ ഒന്നിച്ച് കഴിക്കലാണ്. ഒന്ന് ചെയ്യിക്കാം അല്ലേ? പിന്നെ ഉച്ചപൂജ ഉണ്ടോ? ഉച്ചപൂജയില്ല. ഉച്ചപൂജയില്ല, ഉഷപൂജ. പിന്നെ ഉച്ചപൂജ കൂടെ ഒന്നിച്ച് കഴിക്കും. പിന്നെ അതുപോലെ ത്രികാല പൂജയല്ല ഇവിടെ ചെയ്യുന്നല്ലേ? അല്ല മറ്റേ സാധാരണ ഇതാണ്. അപ്പോൾ സന്ധ്യയൊക്കെ എത്ര മണിക്ക് അവിടെ ഓർക്കും? സന്ധ്യക്ക് 5 മണി വിശേഷപ്പെട്ട 5:30. മറ്റേ എത്ര മണിക്ക് അടയ്ക്കും? 7 മണിക്കുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണും. പിന്നെ ഇവിടെ പായസം എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട ചെയ്യല്? ഇടിച്ചു പിഴിഞ്ഞ പായസം. അത് വേറെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. തേങ്ങാപ്പാലല്ലേ? അത് എല്ലാ ദിവസവും ഉണ്ടോ അല്ലെങ്കിൽ ദിവസം ഉണ്ടോ? ഇപ്പോൾ ഉണ്ടോ? ഇന്നുണ്ടോ? ഇന്ന് രാവിലെ നെയ്പായസം. അതായത് ചില സമയങ്ങളിൽ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചുറ്റുവിളക്ക് ഉണ്ടോ? ചുറ്റുവിളക്ക് നവരാത്രി ആ സമയത്ത് നവരാത്രിക്ക് പ്രത്യേകത ഉണ്ട് അല്ലേ? പിന്നെ അതുപോലെ പിന്നെ നവരാത്രിയിൽ 9 ദിവസം ഉണ്ടോ പരിപാടി? 9 ദിവസം പരിപാടി, കലപരിപാടി ഉണ്ടാവില്ല. പിന്നെ ശിവരാത്രിക്കും ശിവപൂജ മാത്രം ഉണ്ടാവും അല്ലേ? പിന്നെ മറ്റുള്ള ഈ അയ്യപ്പ സ്വാമിമാരുടെ കെട്ടുകറിയും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ അറിഞ്ഞു ഇവിടെ നിന്നപ്പോൾ നമുക്ക് തോന്നിച്ചാൽ വെച്ചാൽ മംഗല്യത്തിന് അത് ഇടുന്ന മംഗല്യം കിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രജിസ്റ്റേർഡ് അതായ പഞ്ചായത്ത് പോയി ചെയ്തോളൂ അല്ലേ? അതെ. പക്ഷേ നിങ്ങൾ മുൻകൂട്ടി ആദ്യം ബുക്ക് ചെയ്യേണ്ടി വരും അല്ലേ? ഇപ്പോൾ കുറച്ച് നിയമത്തിന് കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്നിട്ട് മാത്രമേ നമുക്ക് ചെയ്തു തരാൻ സാധിക്കൂ അല്ലേ? പിന്നെ അതുമല്ല അതിന് തുച്ഛമായൊരു പൈസ ഇവിടെ അടക്കേണ്ടി വരും. അത് മാത്രമല്ല ഇനി അന്നം കൊടുക്കുന്നതിന് ഇവിടുന്ന് പറ്റുമോ? അതിന് സൗകര്യം ഉണ്ടാവുമോ? അല്ല അങ്ങനല്ല, ഈ കല്യാണത്തിന്റെ കുറവായതുകൊണ്ട് അല്ലേ? നമുക്ക് ഇവിടെ ഒരു ഓഡിറ്റും കുറിയും കൂടിയാണ് അത്യാവശ്യം വേണ്ടത് അല്ലേ? എന്നാലും ഭഗവാൻ എല്ലാം വഴിയാക്കി തട്ട്. ഇതുകൊണ്ട് പേര് പറയും ചെയ്തു മാത്രം. നല്ല നമസ്കാരം. ഇത് പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്പറാ? ചെയർമാൻ നമ്പറാ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ ഈ നമ്പറിലുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. നിങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തിന് അതിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയർമാൻ്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ ബന്ധപ്പെടണം. നിങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ ഈ ക്ഷേത്രം നിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഈ സമയം വരെ നിങ്ങൾ ഓരോ ക്ഷേത്രത്തിനും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് നിങ്ങളെ വീടും പറമ്പും വിറ്റിട്ട് സഹായിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം അറ്റ്ലീസ്റ്റ് 4 പേർക്ക് തണലിട്ടാൻ വേണ്ടി ഒരു മരം നടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. പറഞ്ഞോളൂ. 94 95 41 64 15. ചെയർമാൻ്റെ പേരെന്താ? കെ.സി. രാമചന്ദ്രൻ. പേര് ഓർമ്മിച്ച് വെച്ചോളൂ. അദ്ദേഹത്തിൻ്റെ പിന്നെ കെ.സി. രാമചന്ദ്രൻ എന്ന പേര്. നല്ല നമസ്കാരം. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം ഭഗവതി തന്നെ വേണ്ടി ഒരുക്കി തട്ട്. തീർച്ചയായിട്ടും നവരാത്രിയിൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ? നവരാത്രിയിൽ തീർച്ചയായിട്ടും ഞാൻ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ സമയം എന്നെ ക്ഷണിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും വരും. ആസുരപട്ടം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. അതായത് മലപട്ടം എന്നാണ് ഇതിൻ്റെ പേര്. ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ക്ഷേത്രം കണ്ടോ നിങ്ങൾ ബാക്കിൽ? അപ്പം ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ക്ഷേത്ര കാഴ്ചയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. ഡബിൾ ബെല്ലൈക്കൻ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും റിലീസ് ആകുമ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളരികിലേക്ക് വരുന്നതായിരിക്കും. നല്ല കമൻറ്റ്സ് അയക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്ര കാഴ്ചകളും ലോക ജനതയുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതിന് നിങ്ങളെ സഹായം തീർച്ചയായും അത്യാവശ്യമാണ്. ഇതുപോലുള്ള തകർന്നുപോയ ക്ഷേത്രങ്ങളെ പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങളെ സഹായവും തീർച്ചയായും ഉണ്ടാവണം. ഈ സമയം വരെ ഉണ്ടായിട്ടുണ്ട്, അതെനിക്കറിയാം. അതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് ഉണ്ടാവണം. നമുക്ക് പറ്റുന്നത് എല്ലാവരും ചേർത്ത് പിടിക്കുക. നിങ്ങൾ ആ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു ദേശത്തെ ജനതയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. അവരെയാണ് ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ എത്രയോ പൈസ കൊണ്ട് കളയുന്നില്ലേ? നിങ്ങൾക്ക് കിട്ടുന്ന ₹1 നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഗുണം നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥം. അപ്പം നല്ല നമസ്കാരം. പിന്നെ ഇവിടെ അന്നദാനമൊക്കെ കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ് അല്ലേ? മീനമാസം ഉത്സവം എല്ലാം ഇത് അങ്ങനെയില്ല. കൊടുക്കാൻ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കില്ലേ മാസത്തിലല്ലേ? അങ്ങനെ അരി ഇതിലുണ്ട്, ചോറൂണുണ്ട്, പിന്നെ തുലാവാരം തൂക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. തുലാവാരം തൂക്കലുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ഒരു വലിയ ക്ഷേത്രത്തിൽ എന്താ ചെയ്യുന്നത് അത്രയധികം ഇവിടെ ചെയ്യുന്നുണ്ട്. 108 ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒന്നായത് അല്ലേ? അങ്ങനെ എനിക്കത് തോന്നി ഇവിടെ വന്നു. ശിവക്ഷേത്രം അങ്ങനെ തന്നെ 108 ശിവാലയങ്ങളിൽ ഒരു ശിവാലയമാണെന്ന് ഞാൻ ഈ കാണിച്ചെന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ ചില്ലറ സ്ഥലമല്ല ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത്. അത്രയും സൂപ്പർ പവറുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്ക് വന്ന് കാണിച്ചത്.
പക്ഷേ അതിൻ്റെ പിന്നെ അവസ്ഥ കാലകരണപ്പെട്ടു പോയ ഏത് മരങ്ങളായാലും മനുഷ്യനായാലും ഒരു സമയപരിധി കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോൾ ഇത് നശിച്ചു പോകാതെ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് പുനർജീവിപ്പിക്കാൻ പറ്റുന്ന ഞാൻ കാണിച്ചു തന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല നമസ്കാരം. കൂടെ കൂടിക്കോളൂ. പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് യാത്ര തുടരാം. നല്ല നമസ്കാരം. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു കുളം കാണാം കേട്ടോ. ഇത് മലപ്പട്ടം ശ്രീ ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെയുള്ളത് ദുർഗാദേവി, മഹാദേവൻ, പിന്നെ ശാസ്താവ്, ഗണേശൻ, ദക്ഷിണാമൂർത്തി, ശ്രീകൃഷ്ണൻ, ഇത്രയും ദേവതകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രം കണ്ടേ? ഇതാണ് ക്ഷേത്രം. ഇവിടെ പൂ പൂത്തിട്ടുണ്ടെങ്കിൽ വെള്ള കളറിൽ എന്താ രസം എന്നറിയാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.